ഒരു വീഡിയോ കണ്ടു. ഒരു സൂവിൽ ഒരു ചീറ്റേനെ തളച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പെട്ടെന്ന് ഒരു സ്ത്രീ അതിൻ്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ചീറ്റ ഒന്ന് അനങ്ങി അതിൻ്റെ മുഖം ഒന്ന് വെട്ടിച്ചപ്പോൾ സ്ത്രീ എന്ത് ചെയ്തു, പിന്നിലേക്ക് മലർന്ന് വീണു, ഞെട്ടി, ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടായി. ആ ചീറ്റ വല്ലാണ്ട് അത്ഭുതപ്പെട്ട് ഇങ്ങനെ ചുറ്റിലും നോക്കാണ്. എൻ്റെ തെറ്റാണോ, എന്താണ് ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ചൂസ് ആൻഡ് വൺസ് നിങ്ങളുടെ ചുറ്റിലും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ആക്ട് ചെയ്യുന്നത് കാണാം വിയേർഡായിട്ട്. നിങ്ങളൊന്ന് അനങ്ങുമ്പോഴേക്കും അവർക്ക് ബ്രേക്ക് ഡൗൺ ഉണ്ടായി, അവർ വിക്ടിം കളിക്കാൻ തുടങ്ങാം. നിങ്ങളൊരു ചെറിയ തെറ്റ് ചെയ്താൽ തന്നെ വളരെ അധികം റിയാക്ട് ചെയ്യുക. എന്നാൽ ബാക്കിയുള്ളവർ ഒരു 100 തെറ്റ് ചെയ്താലും ആരും മൈൻഡ് ചെയ്യില്ല. അപ്പം നിങ്ങളിതുപോലെ ഒരുപാട് പ്രൊജക്ഷൻസ് ഏറ്റെടുക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ ഓരോ ചെറിയ മൂവും ക്രിട്ടിസൈസ് ചെയ്യുന്നത് കാണാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരാം. നിങ്ങൾ അനങ്ങിയാൽ പ്രോബ്ലം ആണല്ലേ. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ നിങ്ങളെ വാച്ച് ചെയ്യുന്ന പോലെ തോന്നാം. ഇപ്പോഴും സംശയദൃഷ്ടിയോടെ നോക്കുന്നു. പട്രിയാർക്കിയൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഹൈറാർക്കിയൽ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ പവർ തിരിച്ചറിയാത്തതിൻ്റെ പ്രശ്നമാണ്. ഇത്തരം ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നമാണോ എന്ന് ചിന്തിക്കാതെ നിങ്ങൾ റിയാക്ഷൻസ് കൊടുക്കാണ്ട് വാക്കവേ ചെയ്യുക. ഹൈറാർക്കി ഉള്ള ഒരു സൊസൈറ്റിയിൽ കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരുപാട് ബന്ധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സിറ്റുവേഷൻസും സാഹചര്യങ്ങളും പ്രസൻ്റാണ്. ഒരു ചീറ്റയെ പോലും ബോണ്ടഡ് ആക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സിറ്റുവേഷൻ്റെ പ്രോബ്ലമാണ്. നിങ്ങളാണ് അവിടുത്തെ ചീറ്റ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഒന്ന് അനങ്ങുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ ബ്രേക്ക് ഡൗൺ ആവുന്നതിന് കാരണം എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളെപ്പറ്റി നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തോ അത് ചുറ്റിലുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. അവരുടെ ആ പ്രവൃത്തികളിലൂടെ നിങ്ങൾ ആരാണെന്നുള്ള കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്യാൻ ശ്രമിക്കാം.